ഈ ഒരു വീഡിയോ വീട്ടിൽ പോയിട്ട് വന്ന് എൻ്റെ പിറ്റേന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ചെടികളൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ നട്ട് വെക്കണേ. അപ്പോൾ പിറ്റേന്ന് തന്നെ ഞാൻ എന്തായാലും നട്ടിട്ടുണ്ടായിരുന്നു. പോയൊരു ക്ഷീണം എനിക്ക് നല്ല നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്ന് കേട്ടോ, എഴുന്നേക്കാൻ വയ്യായിരുന്നു, നടുവിന് വേദന ഉണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ട്രാവൽ ചെയ്യാൻ അധികം പറ്റത്തില്ല. അതും ബസ്സിലൊക്കെ നമ്മൾ ഒരുപാട് നേരം ഇരുന്നും നിന്നും. അന്നാണെങ്കിൽ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ഇടി കൊണ്ടിട്ടൊക്കെ നല്ല ദേഹത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അധികം നമ്മളങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാത്തതുകൊണ്ടാണ്. പണ്ടൊക്കെ ബസ്സിൽ നല്ല ഞെരുങ്ങിയൊക്കെ പോയിട്ടുണ്ട്. അന്നേരമൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല, കാരണം എന്ന് ഇടി കൊള്ളുന്നുണ്ടല്ലോ. അതുകൊണ്ട് ശരീരത്തിന് അതൊരു ശീലമായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളങ്ങനെ എങ്ങോട്ടും പോകാത്തതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇന്നുണ്ടായ ബുദ്ധിമുട്ട് അന്നില്ലല്ലോ. അന്നേരം പിന്നെ അതനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവേ. അപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഞാനിത് വൈകുന്നേരം ആയപ്പോഴാട്ടോ നടുന്നേ. രാവിലെ തൊട്ട് ഉച്ച വരെ അങ്ങനെ കിടപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് തന്നെ. പിന്നെ 2 കുപ്പി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ചെവിട് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും നട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളല്ലേ ഉള്ളൂ. പിന്നെ മണ്ണെടുക്കാൻ സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ഞാൻ മണ്ണൊക്കെ കുറേശ്ശെയൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. ഇവിടെ കുറച്ച് മണ്ണ് അവർ ഇത് അടിയിൽ തേച്ചിട്ടുള്ള ഭാഗമാണേ. അപ്പോൾ തേച്ചിട്ട് എനിക്ക് തോന്നുന്നു എല്ലായിടവും തേച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാലും അടിയിൽ ഈ സിമെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഇനി ആ തൂണ് വരുന്ന ഭാഗത്ത് മാത്രമേ തേച്ചിട്ടുള്ളൂ എന്ന് അറിയില്ല. പക്ഷേ അത് ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കുറച്ച് മണ്ണ് അവർ കൊണ്ടുവന്ന് ഇട്ടിരുന്നതാണ് തോന്നുന്നു കേട്ടോ. ഈ വേസ്റ്റൊക്കെ ഇട്ടിട്ട് മൂടാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ വേസ്റ്റ് മറ്റേ ഒരു ചട്ടി ഉണ്ടല്ലോ, അതിനകത്താണ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ഒന്നും ഇടാറില്ല. കിണറൊക്കെ അടുത്തിരിക്കുകയല്ലേ. ഈ എലിയൊക്കെ എലിയൊക്കെ എന്തെങ്കിലും നാശങ്ങളൊക്കെ ആക്കി ഇടുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒന്നും വേസ്റ്റ് ഇടാറില്ല. വേസ്റ്റ് നമ്മളെല്ലാം കൂടെ ഒരു ഇതിനകത്ത് ഞാൻ ഇട്ടിട്ട് അതിനകത്ത് മണ്ണിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അത് ഓൾറെഡി മണ്ണുണ്ടായിരുന്നു. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അതാകുമ്പോൾ അത് വളമായിട്ട് അങ്ങനെ ഇരിക്കും. നമുക്ക് ചെടികൾക്കൊക്കെ എടുത്ത് ഇടാനും പറ്റും. അഴുകിയിട്ട് വരുമല്ലോ, അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. പിന്നെ 1-2 എണ്ണമൊക്കെ അവിടെയും നട്ടു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മണ്ണ് ഞാനൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ഇങ്ങനെ കൂന കൂട്ടിയിരിക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് നനഞ്ഞ് കിട്ടുമല്ലോ, അതുകൊണ്ടൊന്ന് എല്ലാം നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഭയങ്കര കട്ടിക്കിരിക്കുകയാണ്. ഇത് 2-3 എണ്ണം ഇവിടെ ഓർക്കിഡും പിന്നെ വേറെ ഒരു ചട്ടിയിലൊക്കെ വെക്കുന്ന ടൈപ്പ്, പിന്നെ വേറൊരു കമ്പ്. അമ്മ പറഞ്ഞത് നല്ല പൂ പിടിക്കുന്നതാണെന്നാണ്. അങ്ങനെ അതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ചട്ടിയിലല്ല ഈ കുപ്പിയിൽ നടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് ഇതൊന്ന് പച്ച പിടിക്കുന്ന സമയത്ത് നമുക്ക് ചട്ടിയിലെടുത്തിട്ട് അങ്ങനെ ഈ കുപ്പി കീറിയിട്ട് അങ്ങനെ വെക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കുപ്പിയിലാണ് കേട്ടോ പതിവായിട്ട് വെക്കാറുള്ളത്. നമുക്ക് മണ്ണ് കിട്ടാത്തതുകൊണ്ട് ഈ ചകിരിച്ചോറിനകത്തൊക്കെ മാത്രം നട്ടാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചകിരിച്ചോറ് മേടിക്കണം. അപ്പോൾ ഈ മണ്ണൊക്കെ ഈ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മണ്ണൊന്നും കിട്ടത്തില്ലായിരിക്കുമല്ലോ ചെടി നടാനും ഈ പച്ചക്കറികളൊക്കെ നടാനും വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തൊക്കെ ചേർത്തിട്ടാണ് യൂസ് ചെയ്ത് നടുന്നതെന്ന്. അപ്പോൾ എനിക്ക് അതേപോലെ നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചകിരിച്ചോറിനകത്ത് നടാമെന്ന് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അത് നല്ല രീതിയിൽ നിൽക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നോക്കാം. പിന്നെ ഈ ഒരു ചെടി ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്നതായിരുന്നു കേട്ടോ. അത് നമ്മൾ അവിടെ കായംകുളത്ത് നിന്ന് കൊണ്ട് കൊടുത്തതാണ്. പക്ഷെ അവിടുത്തെ സാധനമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ചട്ടി നിറഞ്ഞ് ഇങ്ങനെ തൈകളിങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. ഇപ്പം അതൊന്നും അവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ ആരും നോക്കാനും കാണാനൊന്നും ഇല്ലല്ലോ. ചെടികളൊക്കെ നമുക്ക് ഏതൊരു പ്രായക്കാർക്കും നമുക്ക് ചെടികളോടും കൃഷികളോടും ഒക്കെ നല്ലൊരു ഇഷ്ടങ്ങളൊക്കെ കാണത്തില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എത്ര പ്രായം കഴിഞ്ഞാലും ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി കാണും. ഒരുപാട് അമ്മമാരൊക്കെ അച്ഛന്മാരും ഒക്കെ ചെടികളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ പക്ഷേ ഇവിടെ എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും നടും, ഒരു സൈഡിൽ നിന്ന് പിഴുത് കളയും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓരോരുത്തർക്കും ഓരോ രീതികളൊക്കെ അല്ലേ. നമ്മളതിനകത്തൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഓരോരുടെ ഇഷ്ടങ്ങളാണ്. പിന്നെ നമ്മൾ ചെടിയൊക്കെ നട്ടതിന് ശേഷം ഇന്ന് വേസ്റ്റ് ഒന്ന് കത്തിക്കണം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഇവിടുന്ന് കറങ്ങിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. കമ്പൊക്കെ ഇട്ട് അടിച്ചടിച്ചിട്ട്. അപ്പം വേസ്റ്റ് അവിടെ വെച്ചിട്ട് നമുക്കൊരു കമ്പുണ്ട്, ചൂലിൻ്റെ കമ്പായിരുന്നു. അത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കുമല്ലോ. അപ്പോൾ അവിടെ എല്ലാം എലി ഇങ്ങനെ തോണ്ടി വലിയ കുഴിയായിട്ട് കിടക്കുകയാണ്. പോച്ച മൂടി കിടക്കുന്ന കാരണം നമുക്ക് അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങി പോകും കേട്ടോ. ആ രീതിയിലാണ്. എന്തെങ്കിലും ഇഴജന്തുക്കൾ കയറി കിടന്നാലും അറിയില്ല.
ഇതിപ്പോൾ ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇപ്പം 1 മാസം ആയി കാണുമോ? ആ 1 മാസം ചിലപ്പോൾ ആയി കാണുമായിരിക്കും. അതിന് മുന്നേ വീണ്ടും അതേപോലെ കാട് കയറിയിട്ടുണ്ട്. മഴയൊക്കെ അല്ലേ, ആ സമയത്ത് ഞാൻ അന്നേരേ കുഞ്ഞിനോട് പറഞ്ഞു, ഇതിപ്പോൾ ഇവിടെ ചെത്തി വൃത്തിയാക്കുന്നു, കുറച്ച് ദിവസം പോലും ആവണ്ട, അതിന് മുന്നേ കാട് കയറും, മഴയൊക്കെ ആയ സമയത്ത് ചെത്തിയാലുള്ള പ്രശ്നം അതൊക്കെ തന്നെ ആണെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഇതാ പുല്ലൊക്കെ നല്ല രീതിയിൽ പിന്നെയും കയറി കേട്ടോ. ഇനി ഇതിപ്പോൾ ഇനി ചെത്തണമെങ്കിലും ഒരാളെ നിർത്തണ്ടേ, അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാനിത് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ 2-3 പേരെ നിർത്തിയിട്ട് പണി, അതായത് ഇങ്ങനെ പോച്ചയൊക്കെ ചെത്തി വൃത്തിയാക്കുന്നതായിട്ടൊക്കെ. ഇനി ആരെങ്കിലും നിർത്തുന്നോ എന്തോ അവരറിയില്ല. ശരിക്കും നഷ്ടം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ആയതല്ലേ ഉള്ളൂ അത് അവിടെ പുല്ലൊക്കെ ചെത്തിയിട്ട്. ആ പുല്ലിൻ്റെ ഇടയിൽ പോയി ഇതാ ഈ ഒരു സാധനം, എന്ത് സാധനം ഇത് എനിക്കറിയില്ല, മുള്ള് പോലെ ഇങ്ങനെ അപ്പിയിരിക്കട്ടെ, കാലൊക്കെ വരിഞ്ഞ് കീറിയിട്ടുണ്ടായിരുന്നു. അതായത് പാവാടയുടെ അടിയിലൊക്കെ കയറി ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഫുള്ളും ആയിട്ടുണ്ടായിരുന്നു. അത് എടുത്തു കളയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കുത്തിയിട്ടേ നല്ല വേദന ഉണ്ടായിരുന്നു. മുള്ള് പോലെ നല്ല കട്ടി മുള്ളാട്ടോ. ആ പുല്ലിനകത്തങ്ങോട്ട് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു, എന്തോത്തിൻ്റെ കായം കണ്ടാൽ തോന്നുന്നു, മുള്ള് പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഭാഗ്യത്തിന് ഞാൻ ആദ്യം എന്നെ കയ്യിൽ നല്ല മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനമാണെന്ന്. അങ്ങനെ പിന്നെ അതെടുത്ത് കളഞ്ഞ് മൊത്തം എടുത്ത് കളയാൻ കുറേ സമയം എടുത്തു കേട്ടോ. ഫുള്ളിങ്ങനെ സ്കേർട്ടിനകത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് അകമൊക്കെ ഒന്ന് തൂത്ത് വരണം, വിളക്ക് കത്തിക്കണമല്ലോ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തൂത്തൊക്കെ വരുമായിരുന്നേ. വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞൊരു ദിവസം ഞാൻ വിളക്കത്തിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ കുറച്ച് പേരായാലും ഇങ്ങനെ പറഞ്ഞിരുന്നു, അതങ്ങനെ ഇരുന്ന് കത്തിക്കാൻ പാടില്ല, ദോഷമാണ് എന്നൊക്കെ. എന്താണ് ദോഷം എന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ആണെന്ന് ഞാൻ അതിൽ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. എനിക്ക് ഡിസ്കിന് പ്രശ്നമുണ്ട്, അതനുസരിച്ചിട്ട് എനിക്ക് കുനിഞ്ഞ് നിൽക്കുമ്പം അത് ഒന്നാതെ തിരിഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ അകലം കൂടും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കുനിഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ. അപ്പോൾ എനിക്ക് വിളക്ക് കത്തിപ്പോൾ എനിക്ക് മുടക്കാൻ പറ്റത്തില്ല. എനിക്ക് അതുകൊണ്ട് ഞാൻ ഇരുന്നിട്ടായാലും നമ്മളത് കത്തിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവങ്ങളൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല, നമ്മളായിട്ടൊരു ഇത് കണ്ടുപിടിക്കുന്നതല്ലേ. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയാലും പിന്നെ തിരുമേനിമാർ വിളക്ക് ഞാൻ ഇരുന്ന് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുന്ന് തന്നെയാണ് പൂജകളൊക്കെ ചെയ്യുന്നത്. അന്നേരം ഈ ചിലതിനകത്ത് പൂജാമുറിയൊക്കെ ഉള്ള ആൾക്കാർ താഴത്തിങ്ങനെ എന്താ പറയുക, താഴത്തായിരിക്കും ഈ വിളക്കുകളെല്ലാം വെച്ചേക്കുന്നത്. ഇരുന്ന് കത്തിക്കുന്നത് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനും ഇരുന്ന് കത്തിച്ചിട്ടുള്ളത്. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് തെറ്റിയതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ, എനിക്ക് അധികം നേരം കുനിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ആ ടേബിളിന് ഒട്ടും ഹൈറ്റില്ല, താഴത്തെ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും നേരം വിളക്കിൽ ഒരുക്കി എല്ലാം വെച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് കത്തിക്കുമ്പോൾ എനിക്ക് നല്ല ബാക്ക് പെയിൻ. ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഈ ഈ ഡിസ്കിന് പ്രശ്നം ഉണ്ടായിട്ട് പോലും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് ആയതേ ഉള്ളൂ ഇരുന്ന് കത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കത് ഓക്കെ, അങ്ങനെ കത്തിക്കുന്നത് കുഴപ്പമില്ല. നമ്മൾ ദൈവങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ടല്ലോ. നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവങ്ങളാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്? അതുകൊണ്ട് ഇനിയും എനിക്ക് അങ്ങനെ തന്നെ കത്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിന്ന് നൈറ്റത്തേക്ക് എന്തെങ്കിലും ആക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും ആക്കാമെന്ന് വിചാരിച്ചു. അതിന് തേങ്ങ എടുത്തു. ഈ ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് തേങ്ങ തിരികെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി ഒരു 3-4 അല്ലി ചേർക്കുന്നുണ്ട്, കാന്താരി മുളകാണ് ചേർക്കുന്നത് പച്ചമുളകിന് പകരം. പിന്നെ ഈ പൊട്ടുകടല ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പൊട്ടുകടലയിട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ. അപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഒരു ചമ്മന്തി കിട്ടും, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ ഈ പൊട്ടുകടല ഇടുമ്പോൾ അടിപൊളിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ലേശം ഇഞ്ചി ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനകത്തോട്ട് തന്നെ. അത് ഞാൻ കാണിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. അതിന് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് അരച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിനി കടുക് വറുത്ത് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു മണമാണ് ഈ കടുക് വറുത്ത് ഒഴിച്ച്
അത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല മണമാണ്. ഇഡ്ഡലിക്കും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി സാധനമാണ്. ഈ ഒരു ചമ്മന്തി നമുക്ക് ഉഴുന്നുവട ഇല്ലേ, അതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു. ഞാനിനി ദോശയൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ സോറി, ഞാൻ നേരത്തെ ഇഡ്ഡലി എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ ഞാൻ ഒന്ന് ചെറുതും പിന്നെ 2-3 വലുതും ആക്കിയെടുത്ത് കുഞ്ഞിനെ ഏതാ കഴിക്കുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു ദോശക്കല്ലിനകത്തോട്ട് തന്നെ ചമ്മന്തിക്കുള്ള കടുവും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് വറ്റൽമുളക് ഇല്ല കേട്ടോ, എൻ്റെ വറ്റൽമുളക് തീർന്നിട്ടുണ്ടായിരുന്നു, ഇനി മേടിക്കണം. അപ്പോൾ അതുവരെ വറ്റൽമുളക് ഇല്ലാതെ നമുക്ക് കടുക് വറുക്കാമല്ലോ. അങ്ങനെ ഇതാ കടുക് വറുത്ത് ഒഴിച്ചു. ഇതൊന്ന് അടച്ച് കുറച്ച് നേരം വെക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ മണമൊക്കെ അതിനകത്ത് ഇങ്ങനെ ഒരു പിടിക്കത്തുള്ളൂ. അപ്പോഴേ നമ്മൾ സെർവ് ചെയ്യാതെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ആയിരിക്കും. കടുക് വറുത്ത് ഒഴിച്ചതിൻ്റെ മണമൊക്കെ വരും. പിന്നെ ഇതാ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പിന്നെ ദോശ കഴിക്കുമായിരുന്നു. 2 വെച്ചിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. ദോശ എന്ന് കേട്ടാൽ ഓട്ടിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ചമ്മന്തിയൊക്കെ അരച്ച് കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കഴിക്കും കേട്ടോ. ഒന്നും പറഞ്ഞാൽ ഒരുപാടൊന്നുമല്ല, ഇഷ്ടപ്പെടുവാണെങ്കിൽ കഴിക്കും. വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ 1-2 വെച്ചിട്ടൊക്കെ ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എടുത്ത് എറിയും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. കിടന്നലച്ചിട്ടേ ഇരിക്കും. എനിക്ക് വേണ്ട, നിൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത്, വേറെ ഒന്നും ഇവിടെ ഉണ്ടാക്കാനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഓരോ പുരാണം പറച്ചിലും തുടങ്ങും. അതിൻ്റെ പേരിൽ ഞാനങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ. എന്നിട്ട് ചോദിക്കും, ഇത് ഉണ്ടാക്കട്ടെ, എന്തെങ്കിലും ഉണ്ടാക്ക് എന്നായിരിക്കും പറയുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, എന്തെങ്കിലും ഉണ്ടാക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുമെന്ന് പറയും. അവസാനം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് സ്വഭാവം മാറുകയും ചെയ്യും. ഇങ്ങനെയുള്ള കെട്ടിയവന്മാരുണ്ടോ വീട്ടിൽ? ഉണ്ടായിരിക്കുമല്ലേ, മിക്കയിടത്തും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നത് കഴുകി പെറുക്കിയൊക്കെ വെക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ചിഞ്ചു സുവിയുടെ മകനായ ധനഞ്ജയുടെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദക്ഷ മോൾക്ക് ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിസ്റ്ററാണ്. അതുപോലെ തന്നെ ലിഷ സഞ്ജയുടെ മകനായ കാർത്തികിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇസ്രയുടെ അനിയത്തിയായ ഇഫ്രയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ചക്കരി ഉമ്മയുണ്ട് കേട്ടോ. പിന്നെ ഇതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുമായിരുന്നു. വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതോട്ട് സ്മെല്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ കറികളോ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിലും ഉണങ്ങി പിടിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. കൈയോട് കഴുകി വൃത്തിയാക്കുവാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ജോലി ഭാരവും കുറയുന്നതായിരിക്കും. ഇല്ലെങ്കിൽ പിറ്റേന്ന് ഒന്ന് നല്ല രീതിയിൽ തേച്ച് കഴുകേണ്ടതായിട്ട് വരും. പിന്നെ 1-2 വെച്ചിട്ടെങ്കിലും ഇനി നനഞ്ഞ് അഴുക്കായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ടവലും കഴുകിയിടാറുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു വട്ടേ സോപ്പ് പൊടിയിൽ മുക്കി എല്ലാം കൂടെ മുക്കി വെച്ചിട്ട് ഒന്ന് കഴുകിയിടാറുള്ളൂ കേട്ടോ ഞാൻ. അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ അല്ലാണ്ട് ഒന്ന് ഞെരട്ടി ഒന്ന് കഴുകിയൊക്കെ വെക്കും. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ.